പഞ്ചാരയില്ല കാപ്പി. എന്തൊരു പേരായത്? സിനിമയുടെ പേര് പോണ പോക്കേ. 5 പൈസ ചെലവില്ലാതെ ഹിന്ദിന്ന് അടിച്ചു മാറ്റിയ സിനിമയത്. ചീനീക്കമ്മേ ഹിന്ദിയിലെ അമിതാഭ് ബച്ചൻ അഭിനയിച്ച പടവാ. അമിതാവിന്റെ പടാ? അദ്ദേഹം ബ്രാഹ്മണൻ തന്നെയല്ലേ? അദ്ദേഹം നമ്മുടെ സ്വന്തം ആളാണെന്നേ. നമ്മൾ ഹൈദരാബാദ് ബ്രാഹ്മൺസും അദ്ദേഹം അലഹാബാദ് ബ്രാഹ്മണനും. എന്തൊരു നല്ല ആക്ടറാടാ. അദ്ദേഹം ബോളിവുഡ് കൈയടക്കി വെച്ചിരിക്കാന്റെ. അത് കേവനാട്ടോ. അവിടെയും നമ്മുടെ ആധിപത്യമാണല്ലേ. കലക്കി കേട്ടോ, കലക്കി. വരിക. എന്തുവാണ് ഇത്രക്ക് താമസിച്ചത്? നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇപ്പൊ എത്തും. സൂപ്പർ സ്റ്റാർ ആണോ മുഖ്യം, മുഹൂർത്തമാണോ മുഖ്യം? പ്രൊഡ്യൂസറെ വിളിക്കുക, പൂജയ്ക്കുള്ള സമയമായി. പ്രൊഡ്യൂസറും ഹീറോയും ഡയറക്ടറും ക്യാമറയും എല്ലാം സരോജ് കുമാർ സാറാ. ഹീറോയിൻ മാത്രം പുള്ളിയാണ്. അതും കൂടെ അങ്ങേർക്കന്നെ ആവായിരുന്നില്ലേ കോശവൻ? സോറി, ശിഷ്യനാട്ടോ. റോക്കിംഗ് സ്റ്റാർ സരോജ് കുമാർ. റോക്കിംഗ് സ്റ്റാർ സരോജ് കുമാർ. കണ്ടത്തിലെ കോലം പോലിരിക്കുന്ന ഇവനാണോ സൂപ്പർ സ്റ്റാർ ഗുരുദേവ? സത്യം വിളിച്ച് പറയണത് എന്റെ സ്വഭാവം. എന്റെ നായികയാവാൻ കഴിഞ്ഞത് നിന്റെ ഭാഗ്യമാണ്. ഇത് നിന്റെ ലൈഫിൽ ഒരു നാഴികക്കല്ലായിരിക്കും. ഇങ്ങനെ നോക്കുക, ആ നാളികേരം കയ്യിലെടുത്ത് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് ഉടയ്ക്കുക. സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ മതി. പ്രസാദം, ഈ പടം 100 ദിവസം ഓടാനുള്ള ഒരു അടിപൊളി പൂജ ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവായിരുന്നു. പുറത്ത് കുരിജിയും ശ്മശാനത്തിൽ ഒരു ശവവും വെയിറ്റിംഗ് ആണേ. വൈകുന്നേരം ഓഫീസിലോട്ട് വാ, അവിടെ മാഡം ഉണ്ടാവും. അവിടുന്ന് മേടിച്ചോ. കാലത്ത് പൂജ ചെയ്യിക്കുക, വൈകിട്ട് കാശ് തരിക. നടക്കില്ല. നിനക്ക് എന്റെ ഒരു കുഞ്ഞുമാവേ വേണോ അതോ നാനോ കാറ് വേണോ? ദക്ഷിണ തരാൻ പണില്ല, ഞാനോ കാറ് കൊടുക്കത്രേ. ആരടാ സീനി കയറി വരുന്നേ? അതവിടെ നിക്കട്ടെ, ഈ സിനിമയ്ക്ക് പൂജ ചെയ്തത് ഞാനാ. ഹലോ, നിങ്ങൾ ഇതൊക്കെ കേൾക്കണുണ്ടോ? ഇയാൾക്ക് പ്രായം മാത്രല്ല, പിശുക്കും കൂടുതലാ. ഞങ്ങളുടെ ദക്ഷിണ തന്നില്ലെങ്കിൽ ഈ സിനിമ പണ്ടാറടങ്ങി പോകും. എടോ മാനേജറെ, എന്തുവാടോ ഇതൊക്കെ? ഞാൻ പറഞ്ഞതാ സാറേ, മാഡം തരുമെന്ന്. ഇയാൾ കേൾക്കുന്നില്ല. എന്റെ പൊന്നു പൂജാരി, സ്വിമ്മിംഗ് പൂളിനടുത്തൊരു മാടം ഉണ്ട്, അവിടെ പോയി ചോദിക്കേ. മാഡം മാഡം മാഡം, ആ മാഡത്തിന്റെ ആരാടോ ഇയാള്? അപ്പൂപ്പനാ. ആ ഉണങ്ങിയ കാമദേവന്റെ കൊച്ചുമോൾ ആരായിരിക്കും എന്തോ. രാമ, അയാൾക്ക് കാശുമില്ല, ഇവക്ക് തുണിയില്ല. അയ്യോ എന്റെ കൃഷ്ണ, ഒരു പെണ്ണ് മുങ്ങിച്ചാവണ കണ്ടിട്ട് ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കാം. എന്താ കുട്ടി ഇത്? എന്തിനാ കുളത്തി ചാടിയേ? ആത്മഹത്യ ചെയ്യണത് പാവാണെന്ന് അറിയില്ലേ? ഇങ്ങോട്ട് കാട്ടുക. വായില് വാവച്ച് ഊതിയ ശ്വാസകോശത്തിലൊക്കെ നന്നായിട്ട് കാറ്റ് കയറി ശ്വസിക്കാൻ പറ്റും. സിനിമയിൽ കണ്ടിട്ടില്ലേ? തന്നോടാരാ എന്നെ പിടിച്ചേറ്റാൻ പറഞ്ഞു? പുണ്യ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുടെ ഉപദേശം വേണ്ട കുട്ടിയെ. ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി ചാടി വേണ്ടി രക്ഷപ്പെടുത്തി. താങ്ക്സ് പറയാതെ നീ എന്നോട് ദേഷ്യപ്പെടുക. കണ്ടില്ലേ, എല്ലാം തൊലച്ചു. ബെറ്റിൽ ഞാൻ തോറ്റില്ലേ? എനിക്ക് പോയ കാശ് താൻ തരോ? ബെറ്റോ? സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പടപടാന്ന് വെള്ളത്തിൽ നിന്ന് കുമിളകൾ വന്നപ്പോ ഇങ്ങനെ ദേഷ്യം പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ. കുട്ടിയുടെ അരക്കെട്ടിന്റെ ഇടതുവശത്ത് ഒരു ചെറിയ മറിയില്ലേ? വേറൊന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇരട്ട കുട്ടികളാ ഉണ്ടാവും പോണേ. എന്താ? ലക്ഷണ ശാസ്ത്ര പ്രകാരം അത് മാത്രല്ല, വേറെ ഉണ്ട്. ചെവി ഇങ്ങോട്ട് തരിക. റോക്കിംഗ് സ്റ്റാർ പറഞ്ഞിട്ട് വന്നാണേ. അയാളുടെ ചെറുമകളിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ചോളം പറഞ്ഞു. അതിങ്ങോട്ട് കിട്ടിയ അയാളുടെ ചെറുമോള് ഞാനല്ല, അവളാ. ഇതോ? ठीक है। ए स्वीटी, तुम 10,000 हार गए ना, तो उसको दे दो। ഒരു സംശയം ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ? ഇങ്ങനെ പട്ടാപ്പകല് മദ്യസേവ നടത്തുന്ന തെറ്റല്ലേ? പാർട്ടി ആകുമ്പോ ഇതൊക്കെ സാധാരണയാ. താൻ തന്റെ പാട് നോക്ക്. 8,000 ഉണ്ട്. ബാക്കി 2,000? 2 മറുക കണ്ടതല്ലേ, ബാക്കി കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാ മൊത്തം അങ്ങോട്ട് കട്ടാവൂ. പോടാ. മറുകിന്റെ കാര്യം മാത്രം പറഞ്ഞത് ഭാഗ്യായി. ഇവളോട് ബാക്കി കണ്ടതും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ. എക്സ്ക്യൂസ് മീ. യെസ്. മേജർ ചന്ദ്രശേഖർ, ഡിഫൻസ് റിസർച്ച് ലാബിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. വെപ്പൺസ് ഡിസൈനർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണം. അയാൾ മരിച്ചിട്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞു. അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം കോൺഫിഡൻഷ്യൽ ആണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. റൂൾസ് നിങ്ങൾക്കുള്ളതാണ്, ഞങ്ങളെപ്പോലുള്ള ക്രിമിനൽസിന് വേണ്ടിയുള്ളതല്ല. ചണ്ഡീഗഡ് സെക്ടർ 23 നിന്റെ ഓൾഡ് പാരന്റ്സ് ഇപ്പോഴുമില്ലേ? പാവം, അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യത്തെ രക്ഷിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, സ്വന്തം ഫാമിലി രക്ഷിക്കാനും ഒരു സൈനികൻ ബാധ്യസ്ഥനാണ്. ഡീറ്റെയിൽസ്. ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈ അഡ്രസ്സിൽ നിന്നാണ് നടന്നിട്ടുള്ളത്. വീട് നന്നായിട്ടുണ്ട് മോനെ. അല്ല, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഇത്രയും വലിയ വീടൊക്കെ വാങ്ങാൻ? ഈ എക്സ്പോർട്ടില്ലേ, എക്സ്പോർട്ടിന്റെ ബിസിനസ്സാ. ഇവിടെയുള്ള ചില സാധനങ്ങളൊക്കെ
ഞങ്ങള് കയറ്റി അയക്കുകയല്ലേ. അതെയോ? കൊള്ളാം മോനെ, നന്നായി വരും. നിന്റെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഫലം ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത്. ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അത് മതിയമ്മേ. കേട്ടില്ലേ അച്ഛാ അമ്മ പറയുന്നൊക്കെ? അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരും. എന്താ നീ പറയുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ അകത്തൊക്കെ പോയി. കൊച്ചേ, നീ ആരാ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസറോ 3 ഭാഷയിൽ വെച്ച് കീറാൻ? ഏതാടി നീ? നിങ്ങൾ ഏത് ഭാഷക്കാരെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാ. ഇപ്പം മനസ്സിലായില്ലേ? ഇനി ഞങ്ങളുടെ ഭാഷയിൽ തന്നെ അങ്ങ് പറ. എന്റെ പേര് നന്ദുന്നാ. ഞാൻ SRM കോളേജിൽ BSc ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് ആന്റി. ഒരു 4 റൗഡികൾ എന്റെ പിന്നാലെ വന്നു. എന്തിനാ പിന്നാലെ വന്നത്? അതോ, സൗന്ദര്യമാണ് എന്റെ ശാപം. അതിനിപ്പോ എന്തുണ്ടായി കുട്ടി? എന്നെ കാണാൻ ഒരു സുന്ദരി കുട്ടിയല്ലേ ആന്റി, അതുകൊണ്ട് അവര് പിന്നാലെ വന്നേ. ഇങ്ങനെ തുണിയില്ലാതെ നടന്ന ആണുങ്ങൾ പിന്നാലെ വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. എന്ത് ചെയ്യാനാ? ചുരിദാറും പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട വല്ല പട്ടിക്കാട്ടുകാരിയാണെന്ന് പറയും. മോഡേൺ ഡ്രസ് ഇട്ടാലോ പുറകെ മണപ്പിച്ചോണ്ട് വരികയും ചെയ്യും. അല്ല, ഇതാന്റിയുടെ മോനാ? അതെ മോളെ. നിങ്ങൾ ഇവിടുത്തുകാരി തന്നെയാ? ആണെങ്കിൽ എന്താ വേണ്ടേ? അല്ല, ഇതുവരെ എന്റെ പുറകെ നടന്ന് കണ്ടിട്ടില്ല. ഇവിടെ എന്റെ പുറകെ നടക്കാത്തവര് കുറവാണ് ആന്റി. എന്റെ മോനെ അതിനൊന്നും കിട്ടില്ല കൊച്ചേ. വലിയൊരു സൽമാൻ ഖാൻ. ആന്റി, ഓടി ഓടി ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും കുടിക്കാൻ. നിക്കേ. താങ്ക് യു ആന്റി. വീട് വലിയ കുഴപ്പമില്ല, സ്വന്തമാ. എന്താണിത്? അമ്മ എങ്ങനെ കണ്ട? അമ്മ ഭയങ്കര പേടിയാണല്ലേ? അത്രം പോലും എന്നെ പേടിയില്ല. അതാ ഞാൻ വന്നേ. 4 ദിവസമായിട്ടൊരു കോള് പോലും ചെയ്യാതെ നടക്കുക. ഇനി എന്നും ഞാനിവിടെ കയറി വരും. എന്താടി കാണിക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഇതുപോലെ റൗഡികൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്ന സെൽഫ് ഡിഫൻസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അതുപോലെ മനസ്സിലായോ? ഇനി അതങ്ങ് ഫോളോ ചെയ്താൽ മതി. താങ്ക്സ് ആന്റി. ആന്റി, എന്നൊന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ പറയോ? ആര്, ഞാനോ? ഒന്ന് കൊണ്ടുവിട്ടേക്കടാ. വാ വാ. ബൈ ആന്റി. താങ്ക് യു. ഇവന്റെ കൂടെ പുറപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷായനെ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ചാരി. എന്താ കഥ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടോ? തമാശ പറയാ. ഇതിലെന്താ ഇപ്പൊ ഇത്ര തമാശ? ഫ്രണ്ട്ഷിപ്പിന് പ്രായഭേദം ഉണ്ടാ? ഇത് പറയാനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? അല്ലേട്ടോ, പുറത്ത് പറയാൻ പറ്റാത്തൊരു രഹസ്യം പറയാനാ. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണനല്ലേ? ആ പാദപസ്തിയിലെ ഹോമത്തിന് മന്ത്രം എന്നെ കൊണ്ട് ചൊല്ലിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ അത്? നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമോ? നിക്കോ? പൂജാരിമാർക്ക് പ്രേമം പാടണ്ടോ? എന്താ പൂജാരിമാർക്ക് പാടില്ലാന്നുണ്ടോ? ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളുക. സലീം അനാർക്കലി, റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലാതെ പേരിനെങ്കിലും ഒരു പൂജാരിയുടെ പേര് പറയാനാവോ? ചരിത്രങ്ങളൊക്കെ നോവ് ഇവിടെ തിരുത്തി കുറിക്കും. നിന്റെ പ്രേമത്തെ കുറിച്ച് പറയാ. പ്രേമം പ്രേമം പ്രേമം. പ്രേമത്തിൽ വല്ലതും കുടുങ്ങിയോ? എന്താ ഒരു കള്ളച്ചിരി? ഈ നാണം കണ്ട പേടിയാ വരിക. ഗുരുദേവാ, ഈ നാണം അങ്ങടെ അവസാനിപ്പിച്ച് ആ കുട്ടി ആരാണെന്ന് പറയാ. മംഗലശ്ശേരിയിലെ ഗണപതി ശാസ്ത്രികളില്ലേ? ഇല്ലാലോ. അയാള് കഴിഞ്ഞ കുംഭമേളയില് വെള്ളത്തിൽ വീണ് മരിച്ചില്ലേ? അയാളുടെ പീഠകർമ്മത്തിന് പോയപ്പോ മൂത്ത മകൾ ശശികലയെ നോമ്പൊന്ന് കൊടുത്തു. എന്താ ഇത് ഗുരുദേവ? മന്ത്രോച്ചാരണത്തിനിടയ്ക്കും കണ്ണുകൾ വെറുതെ ഇരുന്നില്ല, കൊടുത്തു വന്ന്. ദൗർഭാഗ്യത്തിന് എന്റെ ഇഷ്ടം അറിയിക്കണതിന് മുമ്പ് അവളുടെ വേടി കഴിഞ്ഞു പോയി. അവൾക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന പേര്. നമുക്ക് ചേരില്ല, അതുകൊണ്ടൊരു കൊശവന്റെ കൂടെ അവളെ വേടി കഴിപ്പിച്ചയച്ചു. അവളുടെ അനിയത്തി ഒരു ചന്ദ്രക്കലയുണ്ടടാ. അവളും കൂടെ പോയാ പിന്നെ അവളുടെ അമ്മ ബാക്കിയുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ടടാ. അതുകൊണ്ട് 1 വർഷം മുമ്പ് അമ്മയും മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ചരി, ചന്ദ്രകലയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങള് നീ അവളോടൊന്ന് സംസാരിക്കണം. കുട്ടി ഇങ്ങോട്ട് വിളിക്കുക ഗുരുദേവ, ഞാനില്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കേട്ടോ. നിന്റെ ഈ ചോരത്തിളപ്പ് കാണുമ്പോ അവളുടെ മനസ്സിളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്